ഇടുക്കി അടിമാലിയിൽ ദേശീയപാത നിർമ്മാണത്തിലെ അപാകത കൊണ്ടുണ്ടായ മണ്ണിടിച്ചിലിൽ വീടും സ്ഥലവും നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ അനിശ്ചിതകാല കുടിൽകെട്ടി സമരം ഒരാഴ്ച പിന്നിടുകയാണ്. മണ്ണിടിഞ്ഞുണ്ടായ ദുരന്ത സ്ഥലത്താണ് 17 കുടുംബങ്ങൾ കോരിച്ചൊരിയുന്ന മഴയത്തും സമരം നടത്തുന്നത്. അർഹമായ നടപടി ഉണ്ടാകുമെന്നും മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ സമരസ്ഥലത്തു നിന്നും പിന്മാറണമെന്ന സബ് കളക്ടറുടെ നിർദ്ദേശവും ഇവർ തള്ളുകയാണ്. ആൽവിൻ തോമസ് ഇടുക്കിയിൽ നിന്നും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അടിമാലിയിൽ മണ്ണിടിഞ്ഞുണ്ടായ ദുരന്തത്തിൻ്റെ ഇരകളായിട്ടുള്ള കുടുംബങ്ങൾ ഇപ്പോഴും അവരുടെ കുത്തിയിരിപ്പ് സമരം, അനിശ്ചിതകാല സമരം തുടരുകയാണ്. ഇന്നിപ്പോൾ 5-ാം ദിനവും പിന്നിട്ട് 6-ാം ദിനത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ്. ഇപ്പോഴും കൈക്കുഞ്ഞുങ്ങളുമായി അടക്കമുള്ള ആളുകൾ ഇവിടെ ഈ സമരപന്തലിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇപ്പോഴും ഇവരുടെ പുനരധിവാസം സംബന്ധിച്ച് ഒരു ഉറപ്പും സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. ജില്ലാ ഭരണകൂടം നേരത്തെ പറഞ്ഞിരുന്ന നഷ്ടപരിഹാരം അത് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഇവർ പറയുന്നു. ഇപ്പോഴും ഈ ദുരന്ത ഭൂമിയിൽ തന്നെ അവർ കുത്തിയിരിപ്പ് സമരവുമായി തുടരുകയാണ്. വലിയ തോതിലുള്ള മണ്ണിടിച്ചിലിനൊക്കെ എപ്പോൾ വേണമെങ്കിലും സാധ്യത ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ പ്രദേശം. ഈ കഴിഞ്ഞ ദിവസങ്ങൾ 2 ദിവസങ്ങളായി ശക്തമായ മഴയും ഈ പ്രദേശത്ത് പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സബ് കളക്ടർ അടക്കം ഇവിടെ വന്ന് ഇവരോട് ഇവിടുന്ന് മാറണമെന്നുള്ളൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഇത് റെഡ് സോൺ മേഖലയിൽ പെടുന്ന ഒരു പ്രദേശം കൂടിയാണിത്. ഇത് ലക്ഷം വീട് ഉന്നതിക്ക് സമീപത്താണ് ഇവർ ഇപ്പോഴും ഈ കുടിൽ കെട്ടിയുള്ള സമരം ഇപ്പോഴും തുടരുന്നത്. അവരെല്ലാവരും വന്നു, MP വന്നു, MLA വന്നു, കളക്ടർ വന്നു. അവർ ഈ സമരം, ഈ അപകടമേലാൻ നമ്മളിപ്പോൾ ഇരിക്കണേ, ഇവിടെ ഇരുന്ന് നിങ്ങൾ മാറുകയെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്, ഞങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് പറയുന്നുണ്ടെന്നല്ലാണ്ട് അത് ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടില്ല. അന്നേരം ഒരു ആശ്വാസവാക്കും പറഞ്ഞ് അവർ പോവുക, അല്ലാണ്ട് നിലവിൽ അതിനെക്കുറിച്ച് ഒരു തീരുമാനമോ കാര്യമോ ഒന്നും എത്തിയിട്ടില്ല. ഇന്ന് 6-ാമത്തെ ദിവസമാണ്. ഇതിലൊരു തീരുമാനമുണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ തീരുമാനത്തിലേക്കൊന്നും ഇപ്പോഴും പോയിട്ടില്ല കാര്യങ്ങൾ. ഇല്ല, ഒരു തീരുമാനത്തിലും ഇപ്പോഴും പോയിട്ടില്ല. അവർ വന്ന് പറയുകയല്ലാണ്ട് തീരുമാനം എടുക്കുന്നില്ല. അവർ ഈ 9 വീട്ടുകാർക്ക് 10 ലക്ഷം രൂപ അനുവദിച്ചു. അതേപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ പരിഗണിക്കാനായിട്ട് ഇന്നലെ പറഞ്ഞപ്പോൾ അവർ 2 ദിവസത്തിനുള്ള തീരുമാനം എടുക്കാമെന്ന് പറച്ചിലല്ലാണ്ട് ഇതുവരെയായിട്ട് ഒരു ഉദ്യോഗസ്ഥരെ നമ്മൾ വിളിക്കുകയോ ഇതിന് ചർച്ച ആയിട്ടുണ്ടെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളോട് ഇന്നലെ കളക്ടർ വന്ന് പറഞ്ഞു, നിങ്ങളോട് മാറിക്കാൻ നിങ്ങൾക്ക് 4 മാസം വാടക തന്നേക്കാം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യുന്നു പെട്ടെന്ന് ചെയ്തു തരാം, നിങ്ങളൊന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞു. ഇത് ഇടിഞ്ഞു വരുന്ന സ്ഥലം ഞങ്ങൾക്ക് പേടിയാവുന്നത്. ഈ പേടിയാവുന്ന ആൾക്കാർ ഞങ്ങളൊന്ന് സംരക്ഷിക്കണ്ടേ, അല്ലാതെ പേടിയാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് വല്ല കാര്യമില്ല. ഇത്രയും ദിവസം ഞങ്ങളെ സംരക്ഷിക്കാൻ ആരും വന്നില്ല. പിന്നെ എന്നതാ പറഞ്ഞത്, ഗവൺമെൻറ് തന്നെ ഞങ്ങൾക്ക് വേണ്ടതായി. അപകട മേഖല തന്നെയാണ്. ഇന്നലെ കളക്ടർ നമ്മുടെ സമരപന്തലിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. മണ്ണിടിയാൻ സാധ്യതയുണ്ട്, നിങ്ങൾ മാറിക്കോ എന്നല്ലാതെ നമ്മളിവിടെ ഇരിക്കുന്നതിന് അനുകൂലമായിട്ടൊരു മറുപടി പറയാൻ ഇപ്പോഴും കളക്ടർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പലതവണ പറ്റിക്കപ്പെട്ടത് കൊണ്ടാണ്. അതുതന്നെയല്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ സാഹചര്യമല്ല. നമുക്ക് അത്രയും വിഷമത്തോടെ ആണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മറുപടി പ്രതീക്ഷിച്ചാണ് നമ്മളിരിക്കുന്നത്. അതുവരെ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാകും. അതാണ്, ഈ പുനരധിവാസം സാധ്യമാകുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അടിമാലിയിലെ ഈ ദുരന്തഭൂമിയിൽ കുടുംബങ്ങൾ പറയുന്നത്. അവർ ഇപ്പോഴും ഈ കുടിൽ കെട്ടിയുള്ള സമരം തുടരുകയാണ്. സനൽ ഇളമ്പച്ചിക്കൊപ്പം ആൽവിൻ തോമസ്, ന്യൂസ് മലയാളം, ഇടുക്കി.